വാഷിംഗ് മെഷീൻ റിപ്പയർ ചെയ്യുന്ന ടെക്നീഷ്യന്മാർക്ക് ഉപകാരപ്രദമായ ഒരു ചെറിയ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. വാഷിംഗ് മെഷീൻ ബോർഡുകളിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു കംപ്ലൈന്റ് ആണ് പവർ സപ്ലൈ കംപ്ലൈന്റ്. ഇതൊരു സാംസങ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീന്റെ ബോർഡാണ്. ഇതിന്റെ പവർ സപ്ലൈ കംപ്ലൈന്റ് ആണ്. സാധാരണ രീതിയിൽ ഇത്തരം ബോർഡുകൾ കംപ്ലൈന്റ് വന്നാൽ ഇതിലുള്ള കമ്പോണന്റുകളൊക്കെ ഇളക്കി മാറ്റി റിപ്പയർ ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ബോർഡിൽ ഈർപ്പം കയറാതിരിക്കുന്നതിന് വേണ്ടി കമ്പനി തന്നെ ഇതിൽ സിലിക്കോൺ ഒഴിച്ച് കംപ്ലീറ്റ് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് ഈ ബോർഡ് അങ്ങ് മാറ്റാമെന്ന് വെച്ചാലോ? ഇതുപോലുള്ള ബോർഡുകൾ നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. ഏകദേശം 3000-3500 രൂപയൊക്കെയാണ് ഈ ബോർഡിന്റെ വില. വേൾപൂൾ പോലുള്ള കമ്പനികളുടേതാണെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും. തന്നെയുമല്ല, പഴയ ബോർഡിലുള്ള എല്ലാ ഫംഗ്ഷനുകളും ചിലപ്പോൾ പുതിയ ബോർഡ് വെച്ച് കഴിയുമ്പോൾ കിട്ടിയെന്നും വരില്ല. ചെറിയ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. അപ്പോൾ എങ്ങനെയെങ്കിലും പഴയ ബോർഡ് തന്നെ റിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. സാധാരണയായിട്ട് വാഷിംഗ് മെഷീൻ ബോർഡുകൾ 12 വോൾട്ട് സിംഗിൾ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്, എന്നാൽ ചില കമ്പനികളുടെ ബോർഡ് ഒരു 12 വോൾട്ടും 15 വോൾട്ടും ഉപയോഗിക്കുന്നുണ്ടാവാം. സാംസങ്ങിന്റെ ഈ ബോർഡ് 12 വോൾട്ട് സിംഗിൾ സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പവർ സപ്ലൈ സ്റ്റേജാണ് ഈ കാണുന്നത്. ഇങ്ങനെ കംപ്ലൈന്റ് വരുന്ന സമയത്ത് ടെക്നീഷ്യന്മാർ കൂടുതലായിട്ടും ചെയ്യുക ഈ പവർ സപ്ലൈയുടെ അടിഭാഗം കട്ട് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്യും. ആവശ്യമെങ്കിൽ ഇതുപോലുള്ള ഒരു 12 വോൾട്ടിന്റെ പവർ സപ്ലൈ മൊഡ്യൂൾ അവിടെ കണക്ട് ചെയ്യും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം പല ടെക്നീഷ്യന്മാരും ചെയ്യുന്നത് തന്നെയായിരിക്കും, എങ്കിലും അറിയില്ലാത്ത ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. പവർ സപ്ലൈയുടെ അടിഭാഗം കട്ട് ചെയ്യാതെ തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാനും ആവശ്യമെങ്കിൽ മൊഡ്യൂൾ കണക്ട് ചെയ്യുന്ന വിധവുമാണ് പറയാൻ പോകുന്നത്. ഈ ബോർഡിലേക്ക് 230 വോൾട്ട് AC കണക്ട് ചെയ്യുന്നത് ഈ രണ്ട് പോയിന്റുകളിലാണ്. ഇവിടെ നമ്മൾ 230 വോൾട്ട് AC കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ 2 പിന്നുകളിലേക്ക് ആ സപ്ലൈ എത്തും. അവിടെ വെച്ച് DC ആക്കിയതിന് ശേഷമാണ് സ്വിച്ചിങ് ICയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ സപ്ലൈ 230 വോൾട്ട് കൊടുത്തതിന് ശേഷം ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് എത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി നമുക്ക് ഔട്ട്പുട്ട് ഭാഗം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സാധാരണയായിട്ട് വാഷിംഗ് മെഷീൻ ബോർഡുകളുടെ ഫംഗ്ഷനുകൾ വർക്ക് ചെയ്യുന്നത് ഒരു മൈക്രോ കൺട്രോളർ IC ഉപയോഗിച്ചിട്ടാണ്. ഈ IC വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടിലാണ്. അപ്പോൾ ഈ 12 വോൾട്ടിനെ 5 വോൾട്ടാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു റെഗുലേറ്റർ IC ഇവിടെ ഉണ്ടായിരിക്കും. 7805 എന്നാണ് ഈ ICയുടെ നമ്പർ. അപ്പോൾ നമുക്ക് ICയുടെ ഇൻപുട്ടിലേക്ക് സപ്ലൈ എത്തുന്നുണ്ടോ എന്ന് നോക്കണം. അതിനുവേണ്ടി ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ പ്ലാസ്റ്റിക്കിന്റെ ഭാഗം നമുക്ക് ഇളക്കിയെടുക്കാം. ഞാനിവിടെ ഓൾറെഡി മൊഡ്യൂൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു 7805 എന്ന് എഴുതിയ റെഗുലേറ്റർ IC കാണാൻ സാധിക്കും. ചില ബോർഡുകളിൽ 3 പിന്നുകളുള്ള സാധാരണ റെഗുലേറ്റർ IC തന്നെയായിരിക്കും ഉണ്ടാവുക. ഈ റെഗുലേറ്റർ ICയുടെ ഒന്നാമത്തെ പിന്നിൽ 12 വോൾട്ട് ഇൻപുട്ട് വരും. ഇവിടെ നമ്മൾ സപ്ലൈ ഇൻപുട്ട് കണക്ട് ചെയ്തതിന് ശേഷം റെഗുലേറ്റർ ICയുടെ ഒന്നാമത്തെ പിന്നിലേക്ക് 12 വോൾട്ട് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ 12 വോൾട്ട് ഉണ്ടെങ്കിൽ പവർ സപ്ലൈ ഓക്കെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. റെഗുലേറ്റർ ICയുടെ രണ്ടാമത്തെ പിന്നാണ് നെഗറ്റീവ്, അല്ലെങ്കിൽ അതിന്റെ ഹീറ്റ് സിങ്ക് ഇവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ നമുക്ക് ഗ്രൗണ്ട് കണക്ഷൻ കിട്ടുന്നതാണ്. മൂന്നാമത്തെ പിന്നിൽ 5 വോൾട്ട് ഔട്ട്പുട്ടുമായിരിക്കും. ഇവിടെ സപ്ലൈ എത്തുന്നില്ല എങ്കിൽ ഇതുപോലുള്ള ഒരു 12 വോൾട്ട് 2 ആംപിയറിന്റെ പവർ സപ്ലൈ മൊഡ്യൂൾ വാങ്ങിയതിനു ശേഷം ഇതിലേക്കുള്ള AC 230 വോൾട്ട് കണക്ട് ചെയ്യേണ്ടത് റെക്ടിഫയറിന്റെ ഇൻപുട്ടുകളിൽ നിന്നാണ്. റെക്ടിഫയറിന്റെ 2 പിന്നുകളിൽ 230 വോൾട്ട് AC എത്തുന്നുണ്ടല്ലോ, അവിടെ നിന്നാണ് ഈ പവർ സപ്ലൈ മൊഡ്യൂളിലേക്കുള്ള 230 വോൾട്ട് എടുക്കേണ്ടത്. അതിനുശേഷം പവർ സപ്ലൈ മൊഡ്യൂളിന്റെ ഔട്ട്പുട്ടിൽ എത്തുന്ന 12 വോൾട്ട് DC കണക്ട് ചെയ്യേണ്ടത് റെഗുലേറ്റർ ICയുടെ ഒന്നാമത്തെ പിന്നിലേക്ക് പോസിറ്റീവും രണ്ടാമത്തെ പിന്നിലേക്ക് നെഗറ്റീവുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ പൊളാരിറ്റി മാറിപ്പോകാൻ പാടില്ല, IC കംപ്ലൈന്റ് ആയി പോകും. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് സപ്ലൈ കൊടുത്തു നോക്കാം. ബോർഡിലേക്ക് സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ AC കോഡ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സപ്ലൈ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, റിലേ വർക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, ബോർഡ് ഓൺ ആയിട്ടുണ്ട്. ഫംഗ്ഷനുകളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പവർ സപ്ലൈ മൊഡ്യൂളിന്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 7805 എന്ന് എഴുതിയ റെഗുലേറ്റർ ICയുടെ ഒന്നാമത്തെ പിന്നിലേക്ക് പോസിറ്റീവും രണ്ടാമത്തെ പിന്നിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഹീറ്റ് സിങ്കിലേക്ക് നെഗറ്റീവുമാണ് കണക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്താൽ ഈ ബോർഡ് വർക്ക് ചെയ്യുമെന്നുള്ളത്
100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഇങ്ങനെ ചെയ്ത് മാസങ്ങളോളം വർക്ക് ചെയ്യിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.